കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പച്ചരി ഉഴുന്ന് വെള്ളത്തിട്ടുന്നത്. അവൽ വെച്ചേക്കുന്നത് പുഴുങ്ങിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങയും ഇച്ചിരി ചുവന്നുള്ളിയും ജീരകമൊക്കെ അരച്ച് അപ്പം പുഴുങ്ങാനുള്ളത് അരച്ച് വെച്ച് കേട്ടോ. പിന്നെ ഇതേ പാത്രം കഴുകി വെച്ച് പിന്നെ കുറച്ച് വെള്ളം കുടിക്കാൻ വെക്കാണ്ടായിരുന്നു. അതൊക്കെ പകർത്തി വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇതേ കുറച്ച് ഉഴുന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പൊടിച്ചിട്ട് നമുക്ക് പെസകാപ്പം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അത് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മൾ എന്താ പറയുക, നമ്മൾ ഉഴുന്ന് ചൂടാക്കിയത് പൊടിച്ചെടുത്ത് കേട്ടോ. അത് മാവിലേക്ക് ചേർത്തേ. പുഴുങ്ങാനുള്ള അപ്പത്തിൻ്റെ മാവിലേക്കാണ് ഉഴുന്ന് വറുത്ത് പൊടിച്ച് ഇട്ടത് കേട്ടോ. പുഴുങ്ങാനുള്ള അപ്പത്തിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് സ്റ്റീപ്ലയിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അപ്പം പുഴുങ്ങാൻ വെച്ചു കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിന് കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിന് ഒന്നുകൂടെ ഒന്ന് തിക്നെസ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അതായത് കുരുത്തോല മുറിച്ച് കുരിശ് രൂപമാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് പാലുണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതാണ് കുരിശപ്പം ഉണ്ടാക്കിയെടുത്തത്, ചുട്ടെടുത്തപ്പോൾ. അതായത് നമ്മൾ പച്ചരി ഉഴുന്നും അരച്ചതിനകത്തേക്ക് അത് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഒത്തിരി വെള്ളമായി പോകാതെ അരയ്ക്കണം. അതിനകത്തേക്ക് നമ്മൾ ഈ വഴറ്റി എടുത്തേക്കണ തേങ്ങാക്കൊത്തും ചുമന്നുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് ചേർത്ത് നമ്മൾ അപ്പം ചുടുന്ന പോലെ കട്ടിയായിട്ട് ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് എല്ലാ വീടുകളിലും അപ്പം മുറിക്കാൻ പോയാട്ടോ. പുഴുങ്ങിയ അപ്പവും കുരിശപ്പവും പച്ചറൊട്ടി പാല് ഇത്രയാണ് ഇവിടെ പെസഹായ്ക്ക് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യണത് കേട്ടോ. അപ്പം ചിലയിടത്ത് കുരിശപ്പം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, ചിലർ പുഴുങ്ങിയപ്പം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ എല്ലായിടത്തും പാലുണ്ടാക്കും കേട്ടോ. അപ്പം ഞങ്ങൾ പെസഹായ്ക്ക് പുഴുങ്ങിയപ്പം ഉണ്ടാക്കി, കുരിശപ്പം ഉണ്ടാക്കി, പാലുണ്ടാക്കി കേട്ടോ. പച്ചറൊട്ടി വാങ്ങിച്ചില്ലേ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി ദുഃഖവെള്ളിയുടെ രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പവും പാലും ഒക്കെ കൊടുത്തു. അപ്പോൾ അവർ തിരിച്ച് നമുക്ക് അതേപോലെ തിരിച്ചും തന്നു. അപ്പോൾ രാവിലത്തെ പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഈ പെസഹ അപ്പവും കുരിശപ്പവും പാലുമാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് നമ്മൾ പാലും അപ്പവും കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്തപ്പം അവിടുത്തെ വീട്ടിൽ നിന്ന് നമുക്ക് തിരിച്ച് അപ്പവും പാലും നമുക്ക് തിരിച്ചും തന്നു വിട്ടു കേട്ടോ. അങ്ങനെ രാവിലത്തെ കഴിപ്പ് കഴിഞ്ഞപ്പം ചേട്ടായിയും അഭിമോളും അപ്പൂസോടെ പോയിട്ട് കരിമ്പ് ജ്യൂസ് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് 4 മണിയപ്പോൾ പള്ളിയിൽ പോയി. വൈകിട്ട് പരിഹാര പ്രദക്ഷിണമാണുള്ളത്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലും നമ്മുടെ പള്ളിയുടെ കപ്പാലയുടെ ഫ്രണ്ടിലും ടാബിൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കപ്പാലയുടെ ഫ്രണ്ടിൽ ടാബിളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പള്ളിക്കകത്ത് കയറി രാവിലെയും വൈകിട്ടും രൂപം നമുക്ക് വണങ്ങാം. അപ്പോൾ വൈകിട്ട് വണങ്ങലിന് ശേഷം കബറടക്ക ശുശ്രൂഷയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. പിന്നെ ശനിയാഴ്ച രാവിലെ പള്ളിയിലെ കുർബാനയുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വെഞ്ചരിച്ച് കിട്ടും ശനിയാഴ്ച രാവിലെ. അപ്പോൾ പിന്നെ രാവിലെ ഞങ്ങൾക്ക് പൂരിയും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയത് പിന്നെ ബാക്കി വന്നത് പകർത്തി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ശനിയാഴ്ച രാത്രിയിൽ 11:30ക്കാണ് പള്ളിയിലെ കുർബാന കേട്ടോ. ശനിയാഴ്ച ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് മാങ്ങാച്ചമന്തിയും മോര് കാച്ചിയതും സോയാബീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ.